ഹായ് എവ്രിവൺ, ദിസ് ഇസ് സിയ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും നീറ്റായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിക് രീതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമലിസം ഇഷ്ടമാണ് എങ്കിൽ, മിനിമലിസത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാം. നമ്മളുടെ വീട് എപ്പോഴും ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അതിനെ ഓർഗനൈസ് ചെയ്യാനും പിന്നെയും അതിനെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ പരമാവധി വിഷ്വൽ ക്ലട്ടറിനെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി അവർ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അധികം സാധനങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാൽ ഭാഗവും നമ്മുടെ വീട് ക്ലീനാവും. കാരണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടിയും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ക്ലട്ടർ തന്നെയാണ്. ക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളിങ്ങനെ കൂട്ടം കൂടി വയ്ക്കുന്നതിനാണ് ക്ലട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വൽ ക്ലട്ടർ എപ്പോഴും ഒഴിവാക്കുക. വിഷ്വൽ ക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ട് ഒരു ചുമര് അലങ്കരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു കസേരയിൽ മടക്കാനുള്ള തുണികൾ കുറേ കൊണ്ടിടുക, അതല്ലെങ്കിൽ നമ്മളെടുത്ത പുസ്തകങ്ങൾ, പഠിക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ, കിച്ചണിലെ വർക്കുകളായിക്കോട്ടെ, എല്ലാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അതൊരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയല്ല. അതേസമയം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി മിനിമലിസ്റ്റിക് വേയിൽ നമ്മൾ വീടിനെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ, അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നൽകുന്ന ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലീസിങ് ആയിട്ടുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മളുടെ വീട്ടിൽ നമ്മൾ മടക്കാനുള്ള തുണികൾ ഒരുപാടുണ്ട്, പക്ഷെ നമുക്കതിന് സമയമില്ല. നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ബെഡിലേക്കോ അല്ലെങ്കിൽ ഒരു കസേരയിലേക്കോ അത് ഇട്ടെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ തന്നെ കാണുമ്പോൾ അത്ര പ്ലീസിങ് ആയിട്ട് തോന്നില്ല. ഇപ്പോൾ നോക്കിയാൽ തുണികൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ബെഡിലോ അല്ലെങ്കിൽ കസേരയിലോ കിടക്കുന്ന അത്ര പ്ലീസിങ് ആയിട്ടുള്ള ഒരു കാഴ്ചയല്ല. അതേസമയം നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഈ മടക്കാനുള്ള തുണികൾ ഇട്ട് വയ്ക്കുകയും നമുക്ക് സൗകര്യമുള്ളപ്പോൾ സമയമുള്ളപ്പോൾ അത് മടക്കി വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്രയും ക്ലട്ടർ അവിടെ നിന്ന് ഒഴിവായി, അത്രയും അത്രയും നമുക്കൊരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ നല്ല സ്റ്റഡി സ്പേസ് ഉണ്ടാവണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലോ ഒക്കെ ഇരുന്നായിരിക്കും പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം, കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം അവരുടെ അടുത്ത് ഒരു ബോക്സ് വയ്ക്കുക. ഈ ബോക്സിൽ വയ്ക്കുമ്പോൾ നമ്മൾ പഠിത്തം കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ നിന്ന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ കൂടിക്കിടക്കുന്ന പുസ്തകങ്ങൾ, പേന, പെൻസിൽ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ബോക്സിലേക്ക് വയ്ക്കുക. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ അതത് സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കുട്ടികളത് കാണും, അവരും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ അവർക്കത് റൂൾസായിട്ട് തോന്നും. അപ്പോൾ അവർക്കത് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അവരുടെ മൈൻഡിൽ ചിലപ്പോൾ റൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്കതൊരു ബാധ്യതയായിട്ട് തോന്നും. അതേസമയം നമ്മളത് അവർക്ക് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലും ഈ സിസ്റ്റം ഡെവലപ്പാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടികളും അത് ചെയ്യാൻ അനുകരിക്കാൻ തുടങ്ങും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ മാക്സിമം ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യുക. അതായത് എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ ബാസ്ക്കറ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽ ക്ലട്ടർ കുറയ്ക്കാനായിട്ട് സാധിക്കും. കുറേ കുഞ്ഞു സാധനങ്ങൾ ബോക്സുകളിലാക്കി അതെല്ലാം കൂടി ഒരു അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓർഗനൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കിംഗ് കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഡിഷസ്, അതായത് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലീൻ ചെയ്യാനെടുക്കുന്ന നമുക്ക് പലർക്കും മടിയായിരിക്കും പാത്രം കഴുകാനും, അല്ലെങ്കിൽ ഇതൊക്കെ കഴുകിയെടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കുക്കിംഗ് കഴിഞ്ഞാലും അപ്പപ്പോൾ ഉള്ള ഡിഷസ് അപ്പപ്പോൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയും. പലരുടെയും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കുക്കിങ് കഴിയുമ്പോഴേക്കും പാത്രം കഴുകണമല്ലോ എന്നോർത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഇത് പിന്നെ കഴുകാം എന്ന് വെച്ചിട്ട് ഒരു ലോഡ് പാത്രങ്ങളായി കഴിയുമ്പോഴായിരിക്കും കഷ്ടപ്പെട്ട് നിന്ന് പാത്രം കഴുകുന്നത്. അതൊഴിവാക്കാനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് പാത്രങ്ങൾ കൊണ്ട് മാത്രം കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നമ്മൾ കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാത്രവും കഴുകി പോവുക. അപ്പോൾ നമുക്കൊരു ടെൻഷനോ സ്ട്രെസ്സോ ഇല്ലാതെ കുക്കിംഗ്, ക്ലീനിങ്, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നത് എല്ലാം ചെയ്യാൻ സാധിക്കും. നാലാമതായിട്ട്, നമ്മളുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് അത് എപ്പോഴും പക്ക ക്ലീൻ ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നത്, നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ പറയും മഹാലക്ഷ്മി വരുന്നത് അല്ലേ. നമ്മളുടെ എൻട്രൻസ് ക്ലീൻ ആണെങ്കിലാണ് നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരിക. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുക, നമ്മുടെ എൻട്രൻസ് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അടിച്ചു വാരി ഫ്രണ്ട് ഭാഗം അറ്റ്ലീസ്റ്റ് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, അത് നമ്മൾക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ കുടുംബത്തിൽ ഒരു ഹാപ്പി ആയിട്ടും ഹോം മേക്കിങ്ങിനെ നല്ല രീതിയിൽ നമുക്ക് ഒരു എൻജോയ്മെൻറ്റോട് കൂടി ചെയ്യാനായിട്ട് നമുക്ക് നൽകുന്ന മോട്ടിവേഷൻസൊക്കെയാണ് ഇത്. നമുക്ക് നമ്മുടെ വീട് നമ്മൾ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വയ്ക്കുമ്പോൾ മറ്റുള്ളവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയോ ഇല്ലയോ, നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ വീടിന് ഞാൻ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ചെയ്ത് എനിക്ക് സന്തോഷം തരുന്നുണ്ടല്ലോ, അത് മതി. യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അതുകൊണ്ട് ഡിയർ ഹോം മേക്കേഴ്സ്, നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് വാല്യൂ നൽകുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മൈൻഡിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട് വളരെ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വീട് ക്ലീൻ ആയിട്ടിരിക്കാനും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വൺസ് അഗെയിൻ, thank you for watching. This is Sia signing off. Thank you.